ചില കഥാപാത്രങ്ങളും സീരിയലുകളും കഥാപശ്ചാത്തലങ്ങളും പോലെ തന്നെ ആ സീരിയലുകൾ ടെലികാസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ ഷൂട്ട് ചെയ്ത വീടുകളും വളരെയധികം പ്രധാനപ്പെട്ടതായി മാറാറുണ്ട്. ഇപ്പോൾ അയാം നിരഞ്ജൻ നായർ എന്ന നടൻ്റെ ഒരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ നിന്നെടുത്ത ഒരു ചിത്രമാണ് ഇത് എന്ന് പങ്കുവച്ച് എത്തിയിട്ടുണ്ട്. മാനത്തെ കൊട്ടാരം തുടങ്ങി നിരവധി സീരിയലുകളിൽ അണിനിരന്നിട്ടുള്ളൊരു താരം തന്നെയാണ് നിരഞ്ജൻ. 3 മണി എന്ന സീരിയലാണ് അദ്ദേഹത്തെ കൂടുതലും പ്രശസ്തമാക്കിയത് എന്ന് പറയുന്നു. എന്നാൽ ഇപ്പോൾ 3 മണി സീരിയൽ ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലെ വീട് കാണിച്ചെത്തിയിരിക്കുകയാണ് താരം. നിങ്ങൾക്ക് ഈ വീട് ഓർമ്മയുണ്ടോ എന്ന് നിരഞ്ജൻ്റെ പോസ്റ്റിലൂടെ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. 11 വർഷങ്ങൾ എന്ന് അദ്ദേഹം പറയുമ്പോഴാണ് 3 മണി സീരിയൽ തുടങ്ങിയിട്ട് 11 വർഷമായി എന്ന് ഞങ്ങൾ ഓർക്കുന്നത്. 11 വർഷമായി എന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും ആകുന്നില്ല. ഇന്നലെ തുടങ്ങിയതുപോലെ ഓർമ്മയുണ്ട്. 3 മണിയിലെ എല്ലാ കഥയും കഥാപശ്ചാത്തലവും നിരഞ്ജൻ എന്ന നടനെ ഞങ്ങൾ ഏറ്റെടുത്തതുമെല്ലാം ഓർമ്മയുണ്ട്. ആ സീരിയൽ അവസാനിച്ചതിന് ശേഷം നല്ല നല്ല സീരിയലുകളിലേക്ക് നടൻ ഓഫറുകൾ ലഭിക്കുകയും താരത്തിനെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തതായി തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു എന്ന് കൂട്ടിച്ചേർക്കാം. 11 വർഷങ്ങളാണ്. എത്ര പെട്ടെന്നാണ് വർഷങ്ങൾ ഒഴുകി ഇറങ്ങിപ്പോകുന്നത്. 3 മണി കഴിഞ്ഞ് 10-11 കൊല്ലമാകുന്നു. വീണ്ടും വയലോരം വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ സ്വീകരിക്കാൻ ഓടിയെത്തുന്നത് ഓർമ്മകളും പുഴകളുമാണ്. അവ കണ്ണുനീരായി മാറും. പതിയെ തുടങ്ങി അടമുറിയാതെ ഒഴുകി ഇറങ്ങുകയാണ്. എവിടെ തിരിഞ്ഞാലും ഓർമ്മകളാണ്. ആദ്യ ദിവസം വളരെ പേടിയോടെ വന്നിറങ്ങിയ ഒരു മൂലയ്ക്ക് നിന്ന വീട്, പിന്നീട് അങ്ങോട്ട് ജീവിതത്തിൻ്റെ ഭാഗമായൊരു വീട്. ആദ്യമായി ഇൻഡസ്ട്രിയിൽ വലതുകാല് വെച്ച് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. വയലോരം വീട്ടിൽ രവിചന്ദ്രൻ എന്ന രവി ആദ്യ കഥാപാത്രം വളരെയധികം പ്രധാനപ്പെട്ടതാണ്. പ്രസാദ് നൂർനാട് സാർ അന്നൊരു ഓഡീഷനെ പറ്റി പറയുമ്പോൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല രവിചന്ദ്രന് എനിക്ക് അവസരം ലഭിക്കുമെന്ന്. അന്ന് ഓഡീഷൻ നടത്തിയത് കണ്ണൻ താമരക്കുളം സാർ ആയിരുന്നു. അങ്ങനെ ബൈജു ദേവരാജ് സാറിൻ്റെ 3 മണിയിൽ ഞാൻ രവിയായി. അന്നും ഞാൻ അഭിമാനത്തോടെ പറയാറുണ്ട്, ബൈജു ദേവരാജ് എന്ന വലിയ മനുഷ്യൻ കൈപിടിച്ചുയർത്തിയതാണ് എന്നെയെന്ന്. എൻ്റെ ആദ്യ അധ്യാപകൻ എന്ന് പറയാൻ തന്നെ എക്കാലവും എൻ്റെ പ്രിയപ്പെട്ട സാറായി തന്നെ അദ്ദേഹം നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട്. വേണു സാർ, KV അനിലേട്ടൻ, ലൈജു ചേട്ടൻ എന്നിവരൊക്കെ തന്നെയും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അവർ തന്നിരുന്ന സ്നേഹവും സപ്പോർട്ടും ജീവിതകാലം ഞാൻ മറക്കില്ല. ഫ്ലവേഴ്സ് ചാനലിന് സ്നേഹം മാത്രം. ബിജുചേട്ടൻ, സുനിലേട്ടൻ, അതുപോലെ തന്നെ ഷിജുയേട്ടൻ, റിജു സാർ, വിക്ടറസിലെ ഓരോരുത്തരും, അതുപോലെ അങ്ങനെ ഒരുപാട് പേരുടെ അധ്വാനവും പ്രാർത്ഥനയും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ബാലേട്ടൻ, മനസിജൻ, കുട്ടിമണി, സീതീച്ചി, അപ്പച്ചിയമ്മ, അപ്പച്ചിയച്ഛൻ, അച്ഛൻ, അമ്മ, മതികല, മയിലമ്മ, ജലജകുമാരി, നകുലൻ, അങ്ങനെ ഒരുപാട് പേർ ഇന്നും കഥാപാത്രങ്ങളുടെ അതേ പേരോടുകൂടി തന്നെ വയലോരം വീട്ടിലും എൻ്റെ മനസ്സിലും ജീവിക്കുന്നുണ്ട്. കൂടെ വർക്ക് ചെയ്ത എല്ലാ ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യന്മാരും എല്ലാവരെയും ഈ നിമിഷം ഓർക്കുന്നു. അങ്ങനെ ഒരുപാട് ഓർമ്മകളുള്ള ഞങ്ങളുടെ വയലോരം വീട്. ഇവിടുത്തെ ശ്രീകുമാർ ചേട്ടൻ, ചേട്ടൻ്റെ കുടുംബം, മാമൻ, മാമി, ശ്രീകല ചേച്ചി, ഇവരൊക്കെ അവരുടെ കുടുംബത്തിലെ ഒരാളെ പോലെ ഇന്നും ഞങ്ങളെ ചേർത്ത് നിർത്തുന്നു. വീണ്ടും ഈ മുറ്റത്ത് ഈ ഓർമ്മകളിൽ ഞാൻ സന്തുഷ്ടനാണ്. ഇത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നിരഞ്ജൻ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.